കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഉലുവ വിളയിച്ചതാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. കർക്കിടക മാസം മാത്രമല്ല ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണിത്. നമ്മളിവിടെ 3/4 കപ്പ് ഉലുവ കുതിർത്ത് എടുത്തിട്ടുണ്ട്. തലേദിവസം രാത്രിയിൽ ഇത് വെള്ളത്തിലിട്ട് കുതിർത്താണ് കേട്ടോ. കുറഞ്ഞതൊരു 7-8 മണിക്കൂറെങ്കിലും ഇത് കുതിർത്തെടുക്കണം. ഉലുവയൊക്കെ നല്ലതായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഉലുവ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വെയിറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 4 വിസിലടുപ്പിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഉലുവയൊന്ന് വേവിച്ചെടുക്കാം. ഉലുവയൊക്കെ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇത്രയും വെന്താൽ മതി കേട്ടോ. ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും ആകാവൂ, ഒത്തിരി അങ്ങ് അളിഞ്ഞു പോരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉലുവ ഉണ്ടല്ലോ നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. സ്റ്റവ് കത്തിച്ച് ഞാനൊരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂട് നല്ല കട്ടിയുള്ള ചീനിച്ചട്ടി വേണം എടുക്കാം കേട്ടോ. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഉലുവ ഇട്ട് കൊടുത്ത് 2 മിനിറ്റ് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. 2 മിനിറ്റ് നേരം നമ്മളിതൊന്ന് ഇളക്കിയെടുത്തു. ഇനി നമ്മളിതിലോട്ട് ചേർക്കുന്നത് ശർക്കര പാനിയാണ്. ഞാനിവിടെ 1.5 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് ശർക്കര എടുത്ത് അതിലോട്ടൊരു 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ടൊന്ന് അരിച്ചെടുത്തതാണിത്. ശർക്കര പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് ഹൈ ആക്കി കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് നേരം നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇതൊന്ന് വറ്റിയൊന്ന് കുറുകി വരും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നോക്കിക്ക് ഇതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് തേങ്ങയാണ്. ഞാനിവിടെ 1.5 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. ഈ തേങ്ങ ചിരകി ഇട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടി ഒന്ന് വറ്റും. ഇപ്പോൾ ഇത് നോക്കിക്ക് ഒന്നുകൂടി ഒന്ന് വറ്റിയിട്ടുണ്ട്. ഈ സമയം ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കാം. കൂടാതെ നമ്മൾ ഇതിലോട്ടുണ്ടല്ലോ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇത് നല്ലതായിട്ട് ഇളക്കി ഇതിലെ വെള്ളം എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇങ്ങനെ ഇതേ രീതിയിൽ ഈ അളവിൽ ഇതിലോട്ടുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുത്ത് ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒട്ടും തന്നെ കയ്പറിയത്തില്ല. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൽ 1 സ്പൂൺ വീതം കഴിച്ചുകൊണ്ടല്ലോ നമ്മുടെ ഒട്ടുമിക്ക അസുഖങ്ങൾക്കും ശമനം ഉണ്ടാകും. ഇത് കുട്ടികൾക്കും വലിയവർക്കും പ്രായമായവർക്കും ഒക്കെ കഴിക്കാം. ഇപ്പോൾ നോക്കിക്ക് ഇതിലെ വെള്ളമയമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലോട്ട് മാറ്റി നമുക്ക് സൂക്ഷിക്കാം. ദിവസം ഓരോ സ്പൂൺ മാത്രം കഴിച്ചാൽ മതി. ശരീരവേദനയും നടുവേദനയൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ ഇത് വളരെ നല്ലതാണ്. അതുപോലെ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്കാണെങ്കിൽ ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.